നിന്നുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹർഷിന, 5 വർഷമായി അനുഭവിക്കുന്ന വേദനയുണ്ട്. അതിനുള്ള പരിഹാരം, ആ വേദനയ്ക്ക് എത്രമാത്രം പരിഹാരം കാണാൻ കഴിയുമെന്നതല്ല, ഇതിനെതിരെ ഒരു നടപടി, അത് ഏവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് ആരോഗ്യമന്ത്രി വിളിച്ചപ്പോൾ പറഞ്ഞതും അതുതന്നെയായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാവണമെന്നാണ്. പക്ഷേ അതിനുശേഷം നടപടികളൊന്നും തന്നെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഈ ഒരു സമരത്തിലേക്ക് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശാരീരികമായിട്ട് ഓക്കെ ആയിട്ടില്ല. എന്നിട്ടും ഇവിടെ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചതിന്റെ കാരണം, നമ്മൾ ഇതുവരെ മന്ത്രിന്റെ വാക്കിൽ വിശ്വസിച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ട് എന്തായാലും ഒരു റിപ്പോർട്ട് വരും, നമുക്ക് നീതി കിട്ടും ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. ഫോറൻസിക് അന്വേഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് കത്രിക കുടുങ്ങിയത്, എത്ര അതിന്റെ കാലപ്പഴക്കം അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഇതിന്റെ ഈ കേസിന് തീർപ്പാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോറൻസിക് റിപ്പോർട്ട് DME ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടും അത് ഇതുവരെ പുറത്തു വിടുന്നില്ല. നമ്മൾ ചോദിച്ചിട്ടും അതിനൊരു വ്യക്തമായ മറുപടിയും തരുന്നില്ല. അപ്പോൾ ഇത്രയും 5 വർഷ ദുരിതം അനുഭവിച്ച് എല്ലാം പറഞ്ഞിട്ടും ഈ ഒരു സംഭവം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഡിസംബർ 12-ന് മന്ത്രി വിളിച്ചിട്ട് ഹർഷനന്റെ കൂടെ ഉണ്ടാവും, ഒരു ആഴ്ച മാക്സിമം ശാസ്ത്രീയ പരിശോധന ഉള്ളത് കൊണ്ട്, അതായത് ഫോറൻസിക് പരിശോധന ഉള്ളത് കൊണ്ട് 1 മാസത്തിനുള്ളിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടായി നീതി ഹർഷിനക്ക് നടപ്പിലാക്കും. അതായത് ഹർഷിന ഇത് ഫുൾ എവിഡൻസ് പുറത്തുള്ളൊരു കാര്യമാണല്ലോ, എന്തായാലും ഹർഷിനന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഒരു മറുപടിയോ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു മറുപടിയും ഇതുവരെ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് 100% ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത്രയും നമ്മളെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് 100% നമ്മൾ ശരിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയത്. കാരണം എനിക്ക് സമരത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതൊരു തരത്തിലും ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും അതുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നിലവിൽ ഇതുവരെ എത്ര അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ, അതിന്റെ കണക്കറിയുമോ ഹർഷിനയ്ക്ക്? ആദ്യമായിട്ട് അന്വേഷണം എന്നുള്ള രൂപത്തിൽ അത് മെഡിക്കൽ കോളേജിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണമാണ് ഫസ്റ്റ് നടന്നത്. അത് നമ്മൾ ഇവിടെ വന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം പോലും ആകുന്നതിന് മുമ്പാണ് എന്നോട് 1.5 മണിക്കൂർ യാത്ര ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്താൻ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന എന്നോട് 19 സ്റ്റിച്ച് ഉണ്ട് ഇപ്പോൾ എടുത്ത ആ ഒരു കത്രിക പുറത്തെടുക്കാൻ, അതായത് ആർട്ടറി പുറത്തെടുക്കാൻ ചെയ്ത ഓപ്പറേഷൻ. അല്ലെങ്കിൽ മൊത്തത്തിൽ 5 വർഷം കൊണ്ട് ടയേർഡായ ഒരു ബോഡി ഇത്രയും വലിയൊരു ഓപ്പറേഷനും കൂടെ നടത്തി റെസ്റ്റിൽ നിൽക്കുന്ന എന്നോട് ഇവിടെ വന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വിധത്തിൽ എനിക്ക് വരാൻ കഴിയില്ല, 1.5 മണിക്കൂർ ഒരു വണ്ടിയിൽ ഇരിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്ക് ആയിട്ടില്ല എന്ന് അവരെ അറിയിച്ചു. ഒരു സൊല്യൂഷൻ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണവും വന്നിട്ടില്ല. പിന്നെ അതിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രിന്റെ ഭാഗത്തുനിന്ന് ഒരു വിദഗ്ധ സമിതിനെ നിയോഗിച്ചത്. ഡോക്ടർ അബ്ദുൾ റഷീദ് സാറിന്റെ നേതൃത്വത്തിൽ 3 അംഗ സംഘം വീട്ടിൽ വന്ന് മൊഴിയെടുത്ത്, അതായത് ഒക്ടോബർ 22-ന്, സെപ്റ്റംബർ 17-ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒക്ടോബർ 22-ന് ഈ വിദഗ്ധ സമിതി നമ്മളെ വീട്ടിൽ വന്ന് മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ എഴുതി വരെ കൊടുത്തിട്ട് അത് എന്തായി എന്ന് 2 മാസത്തോളം ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഉടൻ വരും എന്നുള്ള മറുപടി മാത്രം. പിന്നെ 2 മാസം ഞാൻ വീട്ടിൽ റെസ്റ്റ് കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂളും എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോന്ന് കുട്ടികളെ നോക്കാനും പണി ചെയ്യാനും തുടങ്ങിയപ്പോൾ തീരെ വയ്യാതെ പിന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വന്നു. അപ്പോൾ അത്രയും വേദന ആയതുകൊണ്ട് നടുവേദന, ഈ സ്റ്റിച്ചിന് വേദനയും തുടങ്ങി. വേദന ആയതുകൊണ്ട് ഡോക്ടർമാർ നിർബന്ധിച്ച് അഡ്മിറ്റ് ചെയ്ത, കാരണം ഈ വേദനയായിട്ട് വീട്ടിലേക്ക് പോയാൽ ഇനിയും ബുദ്ധിമുട്ടാവും, ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നമുക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. ആ ഒരു സമയത്ത് മീഡിയയിൽ പുറത്ത് ചാനലൊക്കെ നമ്മൾ അറിഞ്ഞ് ഇവിടെ വന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് മന്ത്രിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 മാസമായി, അതായത് സെപ്റ്റംബറിൽ കഴിഞ്ഞ ഓപ്പറേഷൻ ഞാൻ ഡിസംബർ 12-നാണ് പറയുന്നത്. 3 മാസമായിട്ട് മന്ത്രിന്റെ ഭാഗത്തുനിന്ന് ആരും വിളിച്ചിട്ടുമില്ല. ഞാൻ ഒരുപാട് തവണ ഒരു മന്ത്രിനോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം അവര് കണ്ടിട്ടില്ല. വിളിക്കാം മന്ത്രിനോട് തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞതല്ലാതെ അതിനൊരു
ആരും ബന്ധപ്പെട്ടില്ല. അപ്പോൾ അത് ഞാൻ മീഡിയയിൽ പറഞ്ഞ ന്യൂസായ സ്പോട്ടിൽ തന്നെ മന്ത്രി എന്നെ വിളിച്ചു. ഹർഷിനന്റെ കൂടെയുണ്ട്, ഹർഷിനക്ക് എന്താ, ഹർഷിനന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാനസിക പരിഗണന വെച്ച് ഒരു പെണ്ണ്, ഒരു സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൃത്യമായ എവിഡൻസ് പുറത്തുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ ഈ വിദഗ്ധ സമിതിന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നില്ലല്ലോ, അതെന്തായി എന്ന് ചോദിച്ചപ്പോൾ അത് വന്നിട്ട് ഒരാഴ്ചയായി എന്ന്. അപ്പം നമ്മൾ അതുവരെ വിളിച്ചപ്പോൾ ഒക്കെ പറഞ്ഞത് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന്. അപ്പോൾ മന്ത്രിയാണ് എന്നോട് പറയുന്നത് അത് വന്നിട്ട് ഒരാഴ്ചയായി, അതിലൊരു വ്യക്തതയില്ല, റിപ്പോർട്ടിൽ വ്യക്തതയില്ല, അതുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണം വേണം, അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച മാക്സിമം ഒരു മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനമാക്കുന്ന ഉറപ്പ് തന്നിട്ട്, ആ ഒരു മാസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പുതിയ വിദഗ്ധ സമിതിനെ വെക്കുന്ന അന്ന് ഉറപ്പ് തന്നത്, പുതിയ വിദഗ്ധ സമിതിനെ വെച്ചോ ശാസ്ത്രീയ അന്വേഷണം ഉണ്ടോ ഒരുപാട് വട്ടം അന്വേഷിച്ചു, ഒരു മറുപടിയും കിട്ടാതെ ജനുവരി ഏകദേശം 13 ഒരു മാസത്തിന് ശേഷം ജനുവരി 15-ന് മീഡിയ നമ്മളോട് ചോദിച്ചു എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി ഇതുവരെ വന്നിട്ടൊരു അന്വേഷണം നമ്മളടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പിന്നെ ന്യൂസ് ഔട്ടായി. അങ്ങനെ ഞാൻ ഇനി സമരത്തിന് ഇറങ്ങാന്ന് പറഞ്ഞു. ഇത്രയും ആയിട്ടും മന്ത്രി ഉറപ്പ് തന്നിട്ടും ഒരു അന്വേഷണം പിന്നെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് നീതി കിട്ടുന്നവരെ സമരത്തിന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഒരു ന്യൂസ് വന്നു, ഇത് ഫോറൻസിക് അന്വേഷണത്തിന് വേണ്ടി ഈ ഒരു ആർട്ടറി ഫോർസസ് കൊടുത്തിട്ടുണ്ട്, DME നേരിട്ട് അന്വേഷിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമരത്തിൽ നിന്ന് പിന്മാറി. ഏതായാലും ഫോറൻസിക് അന്വേഷണം വന്ന് അതിന്റെ റിസൾട്ട് വരണമല്ലോ. അങ്ങനെ ആ ഒരു സംഭവം ഇന്ന് മാർച്ച് 1 ആ ഒരു ഫോറൻസിക് അന്വേഷണം എന്തായെന്ന് അതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. പിന്നെ DME ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു DME നേരിട്ട് ഗവൺമെന്റിന് പോയി സമർപ്പിച്ചിട്ട് ആഴ്ചകളായി. അപ്പം ഞാൻ അപ്പോൾ തന്നെ മന്ത്രിന്റെ PA വിളിച്ചപ്പം അവർ പറഞ്ഞു മന്ത്രിയുടെ അടുത്ത് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടും 2 ആഴ്ചയോളം ഞാൻ പിന്നെയും കാത്തു നിന്നു, എന്തെങ്കിലും ഒരു തീരുമാനം വരുമായിരിക്കും, റിപ്പോർട്ട് നമ്മളെ കയ്യിൽ എത്തുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടും നമുക്ക് വിളിച്ചാൽ ഒരു വ്യക്തമായ ഒരു മറുപടിയോ ഈ റിപ്പോർട്ടോ ഒന്നും അറിയുന്നില്ല, ഇതിനൊരു തീരുമാനമാവില്ല എന്ന് അത്ര ഉറപ്പായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ സമരത്തിലേക്ക് തീരെ വയ്യാഞ്ഞിട്ടും ഇതിലേക്ക് ഇറങ്ങിയത്. ഈ സമരത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ സമരം ഇപ്പം ഒരു സൂചനാ സമരം പോലെ ആരംഭിച്ചതല്ലായിരുന്നോ? അതിനുശേഷം ഇപ്പോൾ ആ സമരം തുടരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ സമരം തുടരുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്ക് 3-ാമത്തെ ദിവസമാണ്, ഇതുവരെ ആരും വിളിച്ചിട്ടോ അതിനൊരു മറുപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല. മനുഷ്യാവകാശ പ്രവർത്തകര് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആളുകൾ വിളിച്ചിട്ട് നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ എന്താ പ്രതികൂലമായിട്ടോ ഒരു ഏതെങ്കിലും രൂപത്തിലൊരു പ്രതികരണം ആരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ദിവസം ഞാൻ സൂചനാ സമരമായിട്ട് ഒരു ദിവസം കിടക്കാന്നുള്ള രൂപത്തിലാണ് വന്നത്. പക്ഷേ അതിനൊരു പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും ഇല്ല. ഇപ്പൊ 3 ദിവസമായി, ഇന്ന് വരെ ആരും നമ്മളെ വിളിച്ചിട്ടില്ല. ഒന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെടുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പുറത്തു വരാതിരിക്കുന്നു, ഇതിനെതിരെ ശക്തമായ രീതിയിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ തെറ്റുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ സംശയം ഉണ്ട്. കാരണം നമ്മളെ ഇത്രയും മനസ്സിലായ നമ്മളൊരു മാനസിക പരിഗണന വെച്ചിട്ടെങ്കിലും ഈ ഒരു സംഭവം വ്യക്തമായ എവിഡൻസ് ഉള്ള കാര്യമാണ്. ഇത് എവിടുന്നോ കൊണ്ടുവരേണ്ടതാണെങ്കിലും ഒക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. കൃത്യമായ എവിഡൻസ് ഉണ്ടായിട്ടും ഇവർ മൂടി വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും എന്നാണ് ഞാൻ സംശയിക്കുന്നത്. തീർച്ചയായിട്ടും.